ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. So once again, very happy coming back to this thoughts. ഈ സന്ദേശങ്ങളിലേക്കും ഈ പ്രഭാഷണത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വളരെ എന്താ പറയുക, ഹാർദവമായ സ്വാഗതം. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളോടൊക്കെ ഒരു ആത്മീയ ബന്ധം ഞാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എന്നെനിക്ക് തോന്നുന്നു. കേൾക്കുന്ന എല്ലാവർക്കും ഇവാനിഷ് പിതാവിൻ്റെ ആ ഒരു ഫീല് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം. നമ്മൾ ആ ഒരു ചിന്തയിലായിരുന്നു. ഇവാനിഷ് പിതാവിൻ്റെ സന്യാസത്തിൻ്റെ ഭാവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. കുരിശിലുള്ള പുനരൈക്യത്തിന് ശേഷം ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് നമ്മൾ യേശുവിൽ പുനരൈക്യപ്പെടുന്നത്, എന്തിനാണ് യേശുവിനെ അനുഗമിക്കുന്നത്? ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞു, മനുഷ്യനെ പിടിക്കാൻ. എന്തിനാ മനുഷ്യനെ പിടിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷെ മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കാം എന്ന് യേശു പറയും. ആ മനുഷ്യരെ പിടിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളാണ് ശിഷ്യത്വം. അത് സന്യാസത്തിൻ്റെ ഒരു തലമാണത്. കാരണം പിന്നീട് നമ്മൾ പിതാവ് ഒരു ട്രഡീഷണൽ സന്യാസഭാവങ്ങൾക്കപ്പുറത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. പിതാവിന് സന്യാസം ആ പുനരൈക്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. തൻ്റെ വിശുദ്ധിയിലൂടെ അല്ലാതെ ഈ മ്ലേച്ഛതകളെ ഒരിക്കലും നമുക്ക് ദൈവത്തെ അറിയാനുള്ള സോപാനങ്ങളാക്കാൻ മാറ്റാൻ കഴിയില്ല എന്ന ആ ഒരു ചിന്തയിലെ സ്വയം വിശുദ്ധീകരണത്തിലേക്ക് കടക്കുക, യേശുവിനെ അധികമായിട്ട് അറിയുക, യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് യേശുവിൽ നിന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ആ ഒരു തലമാണ് മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ചോളം സന്യാസം. അപ്പോൾ ഇങ്ങനെ മറ്റ് ട്രഡീഷണൽ സന്യാസികൾ പോലെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു സന്യാസഭാവം നമ്മൾ മാർ ഇവാനിയോസ് പിതാവിൽ കാണില്ല. കാരണം മുണ്ടമല ഇറങ്ങിയ പിതാവിനെ നിങ്ങൾ എങ്ങനെ വിളിക്കും? He was a fully diocesan priest, like he's a bishop, was just with the people, did not make any distinction. അപ്പോൾ ട്രഡീഷണൽ സന്യാസി ദയറ എന്നൊക്കെ പറയുന്ന പല തൗന എന്നൊക്കെ പറയുന്ന, തൗന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശയനഗ്രഹമായിട്ടും ചിലർ പറയും, അല്ലെ ആശ്രമം, ഈ സന്യാസി താമസിക്കുന്ന സ്ഥലത്തിന് ആ ഒരു സെക്കോൾഡായിട്ടുള്ള ആവൃത്തികൾ, അപ്പം അതിനെ തൗനാനുഭവം എന്നൊക്കെ പറയും. പിതാവിനെ പിന്നീട് ആ തൗന, മുണ്ടമലയിലെ കുഞ്ഞു മുറികൾ പോലെയുള്ള തൗനയിൽ നിന്ന് പിതാവിനെ മലങ്കര സഭയായി, പിന്നെ ആ തൗന, ആ സന്യാസി വസിക്കുന്ന സ്ഥലം. സോ തൗനാനുഭവത്തിൻ്റെ പുതിയ ഒരു നിർവചനങ്ങൾ തന്നെ പിതാവിൻ്റെ സന്യാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലയിറങ്ങിയ പിതാവ് സന്യാസിയായിരുന്നോ? ഡെഫിനറ്റ്ലി. മലയിറങ്ങിയ ആ ക്രിസ്തു ശിഷ്യൻ ട്രൂലി ഒരു സന്യാസിയായിരുന്നു. അതുപോലെയാണ് പല അച്ഛന്മാരും അങ്ങനെ സന്യാസികളാണ്. കുടുംബിനികൾ സന്യാസരാണ്. അൽമായരൊക്കെ സന്യസ്തരാണ്. അതിൽ ഈ ശിഷ്യഭാവം കയറിക്കിടക്കുക, അല്ലെങ്കിൽ ശിഷ്യനാകുക എന്നതാണ് ആ യേശുവിനോട് കൂടെ നടക്കുന്ന സമർപ്പണ ജീവിതത്തിൻ്റെ ഒക്കെ മുഖമുദ്ര. സോ നമ്മൾ ചില കാര്യങ്ങളിൽ ഉള്ള നിർവചനങ്ങളുടെ സീമകളെ ഐത്തോട്ടിലൂടെ അല്ലാതെ കാണണം. കുടുംബവും ഒരു തൗനയായിക്കൂടെ, ഒരു തൗനാനുഭവം, ആ കുടുംബത്തിൻ്റെ ആവൃത്തിയിലുള്ള വിശുദ്ധി, അതിൽ പരസ്പരം അപ്പമാക്കാതിരിക്കുന്നത്, അതിലുള്ള അനുസരണ, വിശ്വസ്തത ഒക്കെ ഒരു കുടുംബത്തെ ഒരു തൗനയാക്കി മാറ്റിക്കൂടെ? ഇടവകയെ ഒരു തൗനാനുഭവമാക്കി മാറ്റിക്കൂടെ? വൈ നോട്ട്? അതൊക്കെയാണ് സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ആ സന്യാസഭാവങ്ങൾ, നമ്മുടെ ആത്മപരിത്യാഗവും തപസ്സും എന്ന് മേരി മക്കൾ കമ്മ്യൂണിറ്റി പറയുന്നത് പോലെ, യേശുവിനെ അറിയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? യേശു സാരൂപ്യം, പരിശുദ്ധാത്മാവിലുള്ള നവീകരണം, ആത്മത്യാഗവും തപസ്സും.
അതിലൂടെ ക്രിസ്തീയ പക്വത വെൽ ദേ ഹാവ് പുട്ട് ഫ്രം ദാറ്റ് ഈ മലങ്കര സഭയുടെ തുടക്കങ്ങളിൽ പൊന്തി വന്ന ഈ സഭയിലും നമുക്ക് പിതാവിൻ്റെ സന്യാസത്തിൻ്റെ ഒരു പുതിയ നിർവചനങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ പിതാവിൻ്റെ സന്യാസത്തിൻ്റെ ഒരു കോർ തിങ്കിങ് മനുഷ്യരെ പിടിക്കാനുള്ള ആഗ്രഹം, തൻ്റെ സമുദായത്തെ എങ്ങനെ മനസ്സിലാക്കാം, തൻ്റെ സമുദായത്തെ പിന്നീട് എങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ സമുദായ അഭിവൃദ്ധിയെക്കുറിച്ചും സമുദായത്തിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ചൊക്കെയുള്ള തീവ്രമായ ആഗ്രഹങ്ങളിൽ എങ്ങനെ നമ്മൾ മനുഷ്യരെ പിടിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റും നടക്കുന്ന മനുഷ്യപ്പിടുത്തങ്ങൾ മീൻ പിടിക്കുന്ന പോലെയായിരുന്നു. പരസ്പരം വലയെറിഞ്ഞുകൊണ്ട് തൻ്റെ തീരങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന, അപരൻ്റെ തീരങ്ങളിൽ ശ്വാസം മുട്ടിയിട്ട് ഒച്ചും ബഹളം ഉണ്ടാക്കുന്ന, സ്ഫോടനാത്മകമായ അവസ്ഥകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വിശേഷമായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പിതാവ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ പിടിക്കേണ്ടത്. അതിൽ ഒരു തത്വം പിതാവ് മനസ്സിലാക്കുന്നു, ഇന്ദ്രിയ നിഗ്രഹം വേണം, ഇന്ദ്രിയാസക്തികളെ ജയിക്കണം, അപരനെ നമുക്ക് അപ്പമാക്കി കാണാൻ കഴിയില്ല. രണ്ടാമതായിട്ട് പിതാവ് മനസ്സിലാക്കുകയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. ആ കാലത്തെ ഈ അക്കവും 18 അക്കവും എന്നൊക്കെ പറയുന്ന ഇവന് ആ കാനൻ ലോകളിൽ വരെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന തീവ്രമായ ചില ആഴത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കഥകൾ അവിടെയൊക്കെ കിടക്കുന്നത് പിതാവ് കണ്ടു. ജയിക്കാനുള്ള തത്രപ്പാടുകളിൽ വലകൾ എറിയുന്നവരെ കണ്ടു. അപ്പോൾ ഒക്കെ പിതാവിനെ അതൊക്കെ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയായിട്ട് തോന്നി. ഇവൽസെ സഭയെ കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയപ്പോൾ, സഭയുടെ ആഴങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. സഭയുടെ അടിയിൽ മ്ലേച്ഛത ഊറിക്കിടക്കുന്നു. ആ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയ്ക്കുള്ളിൽ ഒരെണ്ണം ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ വന്നതാണ്. നമുക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ചോദിക്കാം, സന്യാസഭാവങ്ങളിലെ ഈ 2 തലങ്ങൾ, ഇന്ദ്രിയ നിഗ്രഹവും അനുസരണയും വിശ്വസ്തതയും ആരും കാണില്ല. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ വിശ്വസ്തനാണോ, ഞാൻ അനുസരിക്കുന്നുണ്ടോ, എന്നിൽ ആത്മസംയമനമൊക്കെ ഉണ്ടോ, ഞാൻ ആരെയും കണ്ണിലൂടെ അപ്പമാക്കുന്നില്ല, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം പലർക്കും ഇങ്ങനെ കരുണയുള്ള കണ്ണുകളോടുകൂടെ നോക്കിയിരുന്നിട്ട് അതിൽ കൂടെ അപരനെ വലിച്ച് രക്തം കുടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വലിയ വചനങ്ങളാണ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ചെവിയിലൂടെ അപരനെ അപ്പമാക്കി വിഴുങ്ങാനുള്ള തത്രപ്പാടുകളുണ്ട്. അവരുടെ ഭക്ഷണ രീതികൾ, സ്പർശനങ്ങളൊക്കെ ആർക്കറിയാം? പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് പറയും. അച്ഛന്മാർക്കും സെമിനാരിസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ധ്യാനം കൊടുക്കുമ്പോൾ ചിലപ്പം ഞാൻ ചോദിക്കും, നിന്റെ ലൈഫ് ഒരു ഡീപ്പ് മെസ്സാണല്ലോ മോനെ. അപ്പം അവൻ പറയുന്നത്, പിടിക്കുന്നു വരെ എങ്ങനെ പോവാച്ചാ, പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും. സെമിനാരിയിൽ പിടിച്ചാൽ ഞാൻ ഇത് നിർത്തിപ്പോവും, ഞാൻ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ടേക്ക് എ ഡിസിഷൻ. വൈ ഷുഡ് ഐ? ഇത്രയൊക്കെ സീരിയസ് ആവേണ്ട കാര്യമുണ്ടോ? അവനൊക്കെ കിടക്കണതോ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരെല്ലാം ബെറ്റർ ആയിട്ടാച്ചാ എനിക്ക് തോന്നണേ. പിടിക്കപ്പെടുന്നത് വരെ റിസ്ക് എടുക്കുന്നവർ, അങ്ങനെ പിടിക്കപ്പെടുന്നവരെ റിസ്ക് എടുക്കുന്നവരുടെ ഒടിയിൽ എത്ര ചെന്നായ്ക്കളുണ്ട്. വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ഔട്ട് ദെയർ. അതിനെതിരൊക്കെയാണ് സുവിശേഷ സംഘങ്ങൾ അല്പം കൂടി കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത്. പാരിഷുകളൊക്കെ അല്പം കൂടി ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് അതൊരു വലിയ മൂവ്മെൻറ്റുകളാക്കേണ്ടത്. നമ്മളൊക്കെ കൃപ നിറയുന്ന കുടുംബങ്ങളാകേണ്ടത്, കൃപ നിറയുന്ന ഇടവകളൊക്കെ ആവേണ്ടത്. ഈ ലോകം തന്നെ കൃപ നിറയുന്ന ഒരു വലിയ കുടുംബമാകണ്ടേ? ആവണം. നമ്മുടെ വ്യക്തി കുടുംബങ്ങളെയൊക്കെ അപ്പുറത്തേക്ക് പോയി നോക്കണം. അപ്പോൾ ചിലപ്പോൾ ബാഹ്യമായിട്ട് കാണുന്ന ഒരു കാര്യം അത് എന്താണ്, നമ്മളെങ്ങനെ മനുഷ്യനെ പിടിക്കും. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കീ, മൂന്നാമത്തെ ടീച്ചിങ് കംസ്, അതാണ് മൂന്നാമത്തെ പ്രലോഭനം. ഈ മുണ്ടമലയിലേക്ക് കയറുന്നത് ഒരു മരുഭൂമിയിലേക്ക് കയറുന്നത് പോലെയാണ്. ഓരോ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ ഭാവങ്ങളുടെ നേർക്കാഴ്ചയുമായിട്ടാണ് ഈ മരുഭൂമിയിലേക്ക് യേശു കയറുന്നത്. ജോർദാൻ നദിയിലേക്ക് മുങ്ങുന്ന യേശു ഈ ലോകത്തിൻ്റെ ആ മ്ലേച്ഛതയുടെ അടിത്തട്ടിലേക്കാണ് മുങ്ങി അതിനെ കാണുകയും മണക്കുകയും ചെയ്തത്.
എന്നിട്ട് ആ ജോർദാൻ നദിയുടെ ബാപ്റ്റിസത്തിൽ മുങ്ങിക്കഴിഞ്ഞിട്ട് പൊന്തി വരുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ മ്ലേച്ഛതകളെ ഞാൻ എങ്ങനെ ദൈവത്തെ അറിയാനുള്ള സോപാനങ്ങളാക്കി മാറ്റാം. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ പീഡാസഹനത്താൽ, എൻ്റെ വിശുദ്ധീകരണത്താൽ എനിക്ക് ഈ ലോകത്തിനെ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ ആ മ്ലേച്ഛതയെ മുഴുവനും ഉള്ളിൽ ആവാഹിച്ചുകൊണ്ടാണ് പിന്നെ മരുഭൂമിയിലെ ആ പ്രാർത്ഥനയും ആ പൈശാചിക ശക്തി, നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ആ വലിയ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണേ. അപ്പം അവൻ പതുക്കെ ആ പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുവരും. എല്ലാ പ്രലോഭനങ്ങളും ഒരു തരത്തിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ഒരു ആകർഷണമാണ്, ഒരു ലൂർ ഓഫ് ദ നെഗേറ്റഡ് പോസിബിലിറ്റികളാണ്. അതൊക്കെ അവിടെ ഇല്ലെന്ന് ചോദിച്ചാൽ അതവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ തീരുമാനത്താൽ അതൊക്കെ നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് വന്നിട്ട് പറയാണ്, നിനക്ക് ഇതും ആവാം, കുറച്ചൊക്കെ അതും ആവാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ. അപ്പോൾ വി ആർ പുൾഡ് into the lure of the negated terrain, then immediately we are lost. പിന്നെ അഡ്ജസ്റ്റ്മെന്റിന്റെ ലെയിം എക്സ്ക്യൂസുകളുടെ ന്യായം, വിചാരണ, അതൊക്കെ പത്രം എടുത്താലൊക്കെ എങ്ങനെയാവോ, ഒന്നൊക്കെ നോക്കിക്കൂടെ, അതൊക്കെ ഇപ്പം ഇത്രയായ എങ്ങനെയാ, അച്ഛന്മാരും കുടിക്കണില്ലേ, കുടിക്കണില്ലേ, എങ്ങനെ ഈ ലോകത്തിലെ എല്ലാവരും മാറിയിട്ട് ഞാൻ മാറാമെന്ന് പറയുന്ന ലാംഗ്വേജുകളൊക്കെ അതിൽ നിന്ന് പൊന്തി വരുന്നതാണ്. പക്ഷെ മൂന്നാമത്തെ ആ കീ ആയിട്ട് ഡയറക്റ്റ്ലി ഒരു പ്രിൻസിപ്പിൾ അവിടെ പറയുന്നില്ലെങ്കിലും പിന്നീട് ഈ ആത്മവിശുദ്ധീകരണം, ഇന്ദ്രിയ വിശുദ്ധി നടത്തിയ ശിഷ്യൻ അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും ജീവിതത്തിലേക്ക് കടക്കും. ഞാൻ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന ആ ഒരു ഭാവത്തിലേക്ക് കടന്നിട്ട് പിശാചിനോട് എൻ്റെ പിതാവിൻ്റെ ചിന്തകളും എൻ്റെ പിതാവിൻ്റെ മാർഗങ്ങളും എനിക്കറിയാം, യുഗോ എന്ന് പറഞ്ഞു നിൽക്കും. അപ്പം അടുത്ത തലത്തിലേക്ക് കടക്കും. അപ്പം എൻ്റെ വിശുദ്ധീകരണത്തിനപ്പുറത്ത് മൂന്നാമത് ഇനി പ്രാക്ടിക്കലി പോയിട്ട് മനുഷ്യനെ പിടിക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കല്ലേ. ഇനി എൻ്റെ സന്യാസത്തെ ഞാൻ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും സുവിശേഷ സംഘക്കാരോട് പറയണത്, ഓക്കെ, ആത്മവിശുദ്ധീകരണം നടത്തി, ഇന്ദ്രിയ ശുദ്ധി നടത്തി, വിശ്വസ്തയുടെയും അനുസരണയുടെയും ഒക്കെയുള്ള ഇനി ചെക്ക് ചെയ്യണ്ടേ, ഇതൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണ്ടേ. ഇതൊന്ന് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണേ, ഔട്ട് ഗോ ഔട്ട്. അത് പുറത്ത് പോയിട്ട് ഒരു കുടുംബ വിസിറ്റിങ്ങിലൂടെയോ ഒരു പ്രാക്ടിക്കൽ ആക്ടിലൂടെയോ ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ അപരനെ അപ്പമാക്കാത്ത അല്ലെങ്കിൽ വിശ്വസ്തതയുള്ള വ്യക്തികളാണോ എന്ന് നമ്മൾ ചെയ്തു നോക്കണം. ആ ടെക്നിക്കിലാണ് പിശാചിൻ്റെ അടുത്ത നിരാകരിക്കപ്പെട്ട സാധ്യതകളായിട്ട് വന്നു നിന്നിട്ട് പറയണേ, നിനക്ക് മനുഷ്യരെ പിടിക്കണോ, ഞാൻ പഠിപ്പിച്ചു തരാം. നീ എന്നെ ഒന്ന് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കുനിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തെ മുഴുവനും ഞാൻ നിന്റെ കാലിൻ്റെ അടിയിൽ ചവിട്ടി ഏറ്റിക്കാനായിട്ട് ഇട്ടുതരാം. വളരെ സന്തോഷമല്ലേ നമുക്ക്, ഒരു 4 ആളെ നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ആധിപത്യം, അധികാരം, അപരൻ്റെ മുകളിൽ കുറച്ച് നിയന്ത്രണം കിട്ടാന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ് പലർക്കും. അത് കുടുംബത്തിലൊക്കെ ചില ചേട്ടന്മാർ പറയണേക്കണം, ഇത് എൻ്റെ പെണ്ണാണ് പറയാൻ, എൻ്റെ പെണ്ണാണ്. അപ്പൊ ചേച്ചിയോട് ഞാൻ ചോദിക്കും, ചേച്ചിക്ക് എന്താ ഇഷ്ടം, ചായയോ കാപ്പിയോ? കാപ്പിയായിരുന്നു ഇഷ്ടം ആ ചായ, ഇപ്പൊ ചേട്ടന് ചായ ഇഷ്ടം, അത് കാരണം ഞാനിപ്പോൾ ചായ കുടിക്കണുള്ളൂ. കാപ്പി കുടിക്കാം, നമുക്കൊരു കാപ്പി കുടിക്കാം എന്ന സന്തോഷത്തോട് പറയും. അങ്ങേർക്ക് അധികാരം, പെണ്ണിൻ്റെ സന്തോഷങ്ങളിലേക്കൊക്കെ ഞാൻ ചായ കുടിക്കുന്ന ആളെ അങ്ങനെ കുടിച്ചാൽ മതി, ഞാനിത് പറയണം അത് ചെയ്താൽ മതി. എന്താലേ അധികാരം സ്ഥാപിക്കാനുള്ളത്? ഇറ്റ്സ് മൈ വൈഫ്, എൻ്റെ പെണ്ണ്, എൻ്റെ കുടുംബം, ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നു. അപ്പൊ പാരിഷ് പുരുഷ അങ്ങനെ പറയും, എൻ്റെ ഇടവക, എൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് എവരിബഡി സ്പീക്സ്. എല്ലാവർക്കും ഈ മനുഷ്യരെ പിടിക്കാനല്ല, അവരെ ഞെരുകാൻ, അവരൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇഷ്ടം. ഇറ്റ്സ് എ ടെറിബിൾ തിങ്ങിനാ. അങ്ങനെ മനുഷ്യരെ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടോ നിങ്ങൾ? അപരനെ തോൽപ്പിച്ചിട്ട്, അപരനെ കാൽ കീഴിൽ കണ്ടിങ്ങനെ അങ്ങനെ കുനിച്ച് മൂക്കൊണ്ട് ക്ഷാവറപ്പിച്ചിട്ട് ഒരു 100 സ്റ്റേറ്റ്മെന്റുകൾ എഴുതി ഒപ്പിട്ടിട്ട്, ഡു യു തിങ്ക് യു ക്യാൻ ബ്രിങ് പുനരൈക്യം? ഡു യു തിങ്ക് ദാറ്റ് നിങ്ങൾ ഭാര്യയും ഭർത്താവും തല്ലുകൂടി കഴിയുമ്പോൾ ഭർത്താവിനെ ഒരു 10 ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വിസ്തരിച്ച് പിന്നീട് അവനെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ഒരു 10 ആളെ കൊണ്ട്, പഞ്ചായത്ത് മെമ്പറെ കൊണ്ടോ അച്ഛന്മാരെ ബിഷപ്പ് കൊണ്ടൊക്കെ ഒപ്പിടിച്ചിട്ട് യു തിങ്ക് ദാറ്റ് യു ക്യാൻ ലിവ് ഇൻ എ ഹാപ്പി വേ ആഫ്റ്റർ ദാറ്റ്? അപരനെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് അപരന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപരനും ജയിക്കണം, കാരണം അവനും ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളതാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ മാത്രമേ നമുക്ക് മനുഷ്യനെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിശാച് പറയുന്നത്, നിനക്ക് അവനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ
നിനക്ക് മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം, എല്ലാത്തിനും നിന്റെ കാൽ കീഴിൽ ഇട്ട് തരാം. യേശു ആ പിശാചായിട്ട് പിന്നെ ഒരു ഡയലോഗ് പോലും നടത്തില്ല. ജസ്റ്റ് സേസ് എവേ എവേ. കാരണം അത് ദൈവത്തിന്റെ ചിന്തയല്ലായിരുന്നു. ഇനോ ദൈവത്തിന്റെ ചിന്ത എന്താണെന്ന് അതെനിക്ക് മലയാളത്തിൽ ശരിക്കും പറയാനറിയില്ല. സെർവന്റ് ലീഡർഷിപ്പ് എന്ന് അതിന് പറയും. ശുശ്രൂഷിക്കുന്ന നേതൃത്വം, എ ലീഡർ ഹു സെർവ്സ്. പിന്നീട് അത് ബൈബിളിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണും. ഒന്നാമനാകാനായിട്ട് നീ അവസാനത്തവനാകണം, എല്ലാവരെയും ശുശ്രൂഷിക്കണം. ഞാൻ വന്നിരിക്കുന്നത് സേവ അല്ലെങ്കിൽ ശുശ്രൂഷ എടുക്കാനല്ല, പക്ഷെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഈ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സാധനം ദൈവത്തിൻ്റെ ഒരു ചിന്തയാണ്. പിന്നീട് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് മുഴുവനും ഈ സെർവന്റ് ലീഡർഷിപ്പാണ്. ആ ശുശ്രൂഷയിലൂടെ അല്ലാതെ അപരനെ നമുക്ക് ജയിക്കാൻ പറ്റില്ല, അപരനെ പിടിക്കാൻ പറ്റില്ല. അത് സന്യാസ. അതറിയാത്ത സന്യാസി അല്ല അത്. അതൊക്കെ ഇങ്ങനെ ഫേക്ക് സന്യാസികളെന്ന് പറയും. ആ സേവാ മനോഭാവത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറുന്നതാണ് ആ സന്യാസി. തൻ്റെ ഇന്ദ്രിയ നിഗ്രഹങ്ങൾക്ക് ശേഷം തൻ്റെ വിശ്വസ്തതയിൽ അനുസരണയിൽ ഈ സെർവ്സ് ഈസ് ദ സ്റ്റ്യൂവർഡ്, കാര്യസ്ഥൻ. ഈസ് ദ ലീഡർ, ഈസ് ഒന്നാമനാണ് അദ്ദേഹം. അതിൻ്റെ യേശു നമ്മളെല്ലാവരും ഒന്നാമനാവാൻ ആഗ്രഹിച്ചാണ്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, and he wants us all of us to be the first. Then but his thinking was different. ഒരു ഐത്തോട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് പറയും അവസാനമായിട്ട് ചെന്ന് നിൽക്കണം. ലോകത്തിൽ അങ്ങനെയൊക്കെ കാണാം, പക്ഷെ നിങ്ങൾക്കിടയിൽ അങ്ങനെ ആയിരിക്കരുത്. സുവിശേഷ സംഘങ്ങളുടെ കുടുംബജീവിത രീതികളിലേക്ക് കടന്നു ചെന്ന് അത്രയും അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. കയ്യൊപ്പ് പറ്റിയ ദമ്പതികൾ എങ്ങനെയായിരിക്കും ജീവിക്കണേ എന്നുള്ളതൊക്കെ ചില നേരത്തെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഒരു കയ്യൊപ്പ് കിട്ടിയ ഹസ്ബൻഡ് അല്ലെങ്കിൽ കയ്യൊപ്പ് കിട്ടിയ കുടുംബനാഥൻ്റെ അധികാര പ്രയോഗ രീതികൾ, ബിക്കോസ് അവൻ ആ കുടുംബത്തിലെ ഒരു അധികാരിയാണല്ലോ. ഹൗ ഡസ് ഹി കൺട്രോൾ ഹിസ് ഫാമിലി? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ടു നോട്ട്. പിന്നെ അവർ ആ സുവിശേഷാത്മകമായ ശുശ്രൂഷിക്കുന്ന ആ ലീഡർഷിപ്പിലേക്ക്, നേതൃത്വത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അങ്ങനെ കടക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ അനുസരണയും വിശ്വസ്തതയും അപരനെ അപ്പമാക്കാത്ത ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കടന്നു ചെന്നോ എന്ന് ചെക്ക് ചെയ്യപ്പെടുന്നത്. അപരനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഞാൻ വലിയ സന്യാസിയാണ്, ഞാൻ വലിയ സിദ്ധികൾ പ്രാപിച്ചിട്ടുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ അടക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഒരാളോട് വർത്തമാനം പറയാൻ പറ്റില്ലെങ്കിലോ, പുറത്തേക്ക് വന്നിട്ട് ഒരു മെഷീന് പോകാൻ പറ്റില്ലെങ്കിലോ, എന്ത് വലിയ കൊമ്പത്തെ മെഷീനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് വേണമെങ്കിൽ ഇരുന്നൂടെ? നമ്മൾ വലിയ സന്യാസികളാണെന്ന് പറഞ്ഞിരുന്നൂടെ? ആശ്രമങ്ങളാണെന്ന് പറഞ്ഞ് പേരെഴുതി വെച്ചൂടെ? ഇതിൻ്റെ ഉള്ളിലിട്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചൂടെ? We can create a fake face. സന്യാസികൾ, സന്യസ്തർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അച്ഛന്മാർ എന്നൊക്കെ പറയാം, സെമിനാരികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ when we begin to deal, അപ്പൊ കാണാം നമ്മുടെ ഉള്ളിൽ അധികാര പ്രമത്തത അല്ലെങ്കിൽ അധികാര മോഹം അങ്ങനെ തളച്ച് കയറി വരണത്. പിന്നെ എന്ത് സന്യാസി എന്ന് പറയണേ? ഇറ്റ് ഷുഡ് ബി എ സെർവിങ് വൺ. അത് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഐ ലൈക്ക് ടു ഷെയർ വിത്ത് യു എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ബൈബിളിലെ ആ ഒരു ഭാഗവും എങ്ങനെയാണ് ഇത് പഠിപ്പിക്കണമെന്ന്. യേശു ശിഷ്യന്മാരെ വെറുതെ വായോണ്ട് മാത്രമല്ല പഠിപ്പിച്ചിരിക്കണേ, ഈ ലിറ്ററലി ഡെമോൺസ്ട്രേറ്റഡ് ഹൗ ടു ക്യാച്ച് പീപ്പിൾ എന്ന്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, ഈ ഒന്നാം ഈ പീഡാനുഭവത്തിൻ്റെ പ്രവചനങ്ങൾ പറഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ യേശു ശിഷ്യത്വത്തിൻ്റെ പഠനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ 9-ാമത്തെ അധ്യായത്തിലും 30-ാമത്തെ വാക്യത്തിൽ തൊട്ട് അങ്ങനത്തെ വരും. ഓക്കെ, ഇപ്പോൾ മാർക്കിൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിലെ 31-ാം വാക്യം തൊട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഓക്കെ, അതിൽ 30 തൊട്ട് 2-ാം പീഡാനുഭവ പ്രവചനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 33 തുടങ്ങും. 8-ൽ 33 വരെ അവസാനിക്കും. 34 പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇവിടെ 33 ഇങ്ങനെ പറയണേ,
അവർ പിന്നീട് കഫർനാമിലെത്തി. ഓക്കെ, 9:33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണേ. 2-3 വേർഷനൊക്കെ എടുത്ത് വായിച്ചു നോക്കണം ഹൗ യേശു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന്. മാർക്ക് 9:33-37. നിങ്ങൾക്ക് അത് പാരലൽ ടെക്സ്റ്റ് എടുക്കുന്നതിനും കുഴപ്പമില്ല. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു. ഏത് വീടൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആരുടെ വീടായിരുന്നിരിക്കാം. കഫർനാമിൽ യേശുവിന് അങ്ങനെ വീടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. പക്ഷെ കോണ്ടെക്സ്റ്റ് ഒരു വീടാണ്. ആദ്യത്തെ പഠനം കോണ്ടെക്സ്റ്റ് ഒരു മീൻ പിടിക്കുന്ന ഒരവസ്ഥയാണ്, കടൽ തീരം. ഓക്കെ, ഇപ്പോഴത്തെ രണ്ടാമത്തെ ആ മനുഷ്യനെ പിടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഒരു വീടിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു കൃപ നിറയുന്ന ഒരു കുടുംബമായിട്ട് കാണാം. ഓക്കെ, നോ നെയിം ഫോർ ഇറ്റ്, പക്ഷെ കൃപ നിറയുന്ന ഒരു കുടുംബം. ഇനി ആ കുടുംബത്തിലേക്ക് എത്തി. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ടെക്സ്റ്റിൻ്റെ അവസാനം പറയും ഒരു ശിശു അവിടെ ഉണ്ടെന്ന് പറയും. യേശു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുക്ക് കിടത്തും. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫാമിലി. അപ്പം അതിൻ്റെ അമ്മയുണ്ട്, അത് അപ്പം പ്രസവിച്ച്, അല്ലെങ്കിൽ ആ കുഞ്ഞു കുട്ടിയാ ശിശു എന്ന് പറയണേ. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ എല്ലാ ഭാവങ്ങളുള്ള ഒരു വീട്, കുഞ്ഞു കുട്ടിയുള്ള, അമ്മയുള്ള, അല്ലെങ്കിൽ അപ്പാപ്പനുള്ള, അമ്മ, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഭാവത്തിലാണ് ചോദിക്കണേ. എന്താ ചോദിക്കണേ? വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ആദ്യം പറയുമ്പോൾ ആ യേശുവും പത്രോസ്ലിയും റോട്ടിൽ തല്ലൂടി എന്ന് പറയണേ. അടുത്തു കൊണ്ടുപോയിട്ട് യേശുവിനോട് പത്രോസ്ലിയെ പറയും ഇങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ യേശുവും തിരിഞ്ഞു പറയും ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് പറയും. അങ്ങനെ റോട്ടിൽ രണ്ടുപേരും കൂടി തല്ലോടും. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇഫ് യു വാണ്ട് ടു ഫോളോ മീ എന്ന് പറഞ്ഞ ഫയറിങ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പറയണേ. അത് പറയും നിങ്ങൾ ഈ ലോകം മുഴുവനും നേടിയിട്ട് നിൻ്റെയൊക്കെ ആത്മാനം നശിച്ചുകൊണ്ട് എന്ത് കാര്യടാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു വരും. ഇപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് റിലാക്സ്ഡ് വേ. വഴിയിൽ വെച്ച് ഇവർ തല്ലുകൂടുന്നത് യേശു കണ്ടതാ, കേട്ടതാ, മിണ്ടിയില്ല. എന്നാ ശിഷ്യന്മാർ ഇത്തിരി പക്വത വന്നു. അപ്പോൾ ഈസ് ട്രീറ്റിങ് ഇൻ ഡിഫറെൻറ്റ് വേ. ഇവരെ ഈ മച്യൂറായിട്ട് പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങൾ കണ്ടെങ്കിൽ അവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കാതെ യേശു അപ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ചോദിക്കുക വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നേ? അപ്പോൾ അവരിൽ ഞങ്ങളിൽ ആരാ വലുതെന്നാണ് പറയണേ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു നോക്കിയ 35 അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു. അമേസിങ് സെറ്റിംഗ്. പഠിപ്പിക്കാനായിട്ട് യേശു അവിടെ ഇരുന്നു. എന്നിട്ട് 12 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു സിറ്റ് ഡൗൺ. മറ്റേത് റോട്ടിൽ വെച്ചിട്ടുള്ള ഫയറിങ് ആയിരുന്നെങ്കിൽ ഇവിടെ ബ്യൂട്ടിഫുൾ സിറ്റിംഗ് ഇതിൽ പറയാം. നിങ്ങൾ ഇരുന്നേൻ. എന്നിട്ട് ഒരു തത്വം പഠിപ്പിക്കും. ആ തത്വമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള തത്വം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ സ്റ്റേറ്റ്മെൻ്റാണത്. ബൈബിളിൻ്റെ വേണം അത് ബെസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇരിക്കുകയാണ് ഇങ്ങനെ. യേശു അവിടെ ഇരിക്കണേ, 12 ശിഷ്യന്മാർ ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഈ ഫിലോസഫി ഇങ്ങനെ പറയും ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും അവസാനത്തേതാകണം, ശുശ്രൂഷകനാകണം. 12 പേരെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്ത സെൻറ്റൻസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഈ ഡെമോൺസ്ട്രേറ്റ്സ്. ആള് പഠിപ്പിക്കുക മാത്രമല്ല, ഈ റിയലി ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്. അത് പറയുന്ന അടുത്ത സെൻറ്റൻസ് 36 അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ കിടത്തി. ഇറ്റ് ടുക്ക് എൻ ഇൻഫന്റ് ആൻഡ് പുട്ട് ഇറ്റ് എമംഗ് ദം എന്നാണ് ഇതിൽ നിർത്തി എന്ന് പറയുന്നത്. പക്ഷെ ശിശുവിനെ എടുത്ത് നിർത്താൻ പറ്റും. ഒരു ബാലകനെയോ ഒക്കെ ആണെങ്കിൽ പറയാം നമുക്ക് നിർത്തി എന്ന് പറയാം. ശിശു നിൽക്കില്ലല്ലോ. ആ വേർഡിൽ നിർത്തി എന്ന് പറഞ്ഞത് യേശുവിനോട്. അപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയും ഇറ്റ് ടുക്ക് എൻ ഇൻഫന്റ് ആൻഡ് പുട്ട് ഇറ്റ് ജസ്റ്റ് കെപ്റ്റ് ദെയർ പുട്ട് ഇറ്റ് എമംഗ് ദം. എന്നിട്ട് പറഞ്ഞു റിസീവ് ദം ലൈക്ക് ദിസ്. യേശു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ആ വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കൂടെ എടുത്തു ഈ 12 ആൾക്കാരുടെ ഇടയ്ക്ക് അങ്ങനെ വെച്ചു. എന്നിട്ട് പറയുന്നത് അതിനൊന്ന് പിടിച്ചേൻ. എന്നിട്ട് പറയണത് അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയാ മനുഷ്യനെ പിടിക്കുക. ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ ഒരു കുട്ടിയെ റിസീവ് ചെയ്യുന്നത് പോലെയാണ് അപരനെ റിസീവ് ചെയ്യേണ്ടത്. അങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് റിസീവ് ചെയ്യുന്നത്. ആൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കരങ്ങളിൽ എടുത്തുകൊണ്ട് ആ ശിശുവിനെ അവിടെ കിടത്തി. പിന്നെ ഇറ്റ് ടുക്ക് ഇറ്റ് ഇൻ ഹിസ് ആംസ് ആൻഡ് സെഡ് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെയാ മനുഷ്യരെ പിടിക്കുക. ഞാൻ ആ സെൻറ്റൻസ് എൻ്റെ മക്കളെ ഞാൻ കുറേ നാളുകളോളം ഇങ്ങനെ ചിന്തിച്ച് നടന്നതാ. ഇതെന്താ ഈ പറയണേ? ഇതെങ്ങനെയാ ഈ മനുഷ്യരെ പിടിക്കണേ? ഹൗ ഡസ് ഇറ്റ് എന്ന് പറഞ്ഞ്
കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഇവാനിയോസ് പിതാവിൻ്റെ കൂടെ നടന്നപ്പോൾ ഐ ഗോട്ട് ആൻ ആൻസർ ഫോർ ദാറ്റ്. പിതാവിൻ്റെ ചില റൈറ്റിങ്ങുകളിലും പിതാവ് എങ്ങനെയായിരിക്കും പെരുമാറിയിരിക്കണേന്നുള്ള ചില ചിന്തകളിൽ ആ ഗിരിദൈവത്തിൽ എഴുതിയിരിക്കുകയാണ്. പിതാവ് ഒത്തിരി എളിമയോടുകൂടെ ഭിക്ഷ യാചിക്കാൻ പോകുമായിരുന്നു. ഒരു വീടിൻ്റെ മുമ്പിൽ ഭിക്ഷ യാചിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞ അങ്ങ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഉള്ളിൽ പോയിട്ട് ഒരു കൊച്ചിനെ എടുത്തിട്ട് കൊണ്ടു കൊടുക്കും. അതിനെവിടുന്നാണ്ട് കിട്ടിയിരുന്ന ഒരു കുഞ്ഞു കൊച്ച് അന്ത് പറയാം, ഇതിനെ കൊണ്ടുപോകോളാൻ. അന്ന് പിതാവ് ഈ കുഞ്ഞു കൊച്ചിനും പിടിച്ചുകൊണ്ട് പോരുക. പിന്നീട് അങ്ങനെ ഒത്തിരി പെറ്റിട്ട് കിടക്കുന്ന കുഞ്ഞു പിള്ളേരെയൊക്കെ ഈ പിച്ച തണ്ടാൻ പോകുമ്പോൾ കിട്ടും. അതിനൊക്കെ എടുത്തിട്ട് വന്നു കൊണ്ടമലയുടെ മുകളിൽ. ആ സന്യാസി അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാധനമല്ലായിരുന്നു, അതിനെ മനുഷ്യനെ പിടിക്കാൻ അറിയായിരുന്നു. അപ്പം ചിലപ്പോഴൊക്കെ മലങ്കരയിലെ ആളുകളെ പിതാവിനെ വലിയ താടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മലങ്കരയുടെ സൂര്യൻ അല്ലെങ്കിൽ സിംഹം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കരുണയുടെ ഭാവങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യരെ പിടിക്കുന്ന ഭാവങ്ങൾ. കുറുക്കൻ്റെ പിന്നാലെ പോണത്, അമ്മച്ചി പശിയുടെ പിന്നാലെ പോകുന്നത്, ഈ അനാഥ ബാലന്മാരെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് അവരെയൊക്കെ സ്നേഹത്തിൽ നിറയ്ക്കുന്ന ഒരു മനുഷ്യനെ പിടുത്തം. ഐ ഷുഡ് ലേൺ ദാറ്റ്. ഞാനപ്പോൾ പിതാവിൻ്റെ ഭാവങ്ങളിലേക്ക് കിടക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യരെ പിടിക്കാനുള്ള ഒരു ഇതിൽ ഞാൻ ഒരിക്കൽ ഒരു പാരിഷിൽ ചെന്നെത്തി. ആ പാരിഷിൽ ചെന്നപ്പോൾ അവിടെ ഒരു മാമോദീസയുടെ ഒരു അവസരമായിരുന്നു. മാമോദീസയ്ക്ക് ശേഷം ഇന്നത്തെ സെൽഫി എടുക്കുന്ന പരിപാടികളൊക്കെ അല്ലേ. അപ്പോൾ അവർ എന്നോട് ആ കൊച്ചിനെ പിടിക്കണം, സെൽഫി എടുക്കണം, അച്ഛൻ എൻ്റെ കൊച്ചിനെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാനതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ആ കൊച്ചിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ആ കൊച്ചിങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങനെ വലിയ കരച്ചിലായിട്ട് നിന്നപ്പോൾ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, അച്ഛന് ഒച്ചെടുക്കാൻ മാത്രമേ അറിയുള്ളൂ, ഒരു കൊച്ചിനെ പിടിക്കാനും പോലും അറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് വിഷമമായി. എനിക്കൊരു ചേർത്ത് അടിയേറ്റിയ പോലെയായി. ഐ റിയലി ഫെൽറ്റ് അഷെയിംഡ് ഓൺ ദാറ്റ് ഡേ. ഒരു മനുഷ്യനെ പോലെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ ഞാൻ വീണ്ടും ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി, ക്ഷമിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിരുന്നേ. ആ ക്ഷമയൊന്നും വന്നില്ല, കൊച്ചിൻ്റെ കരച്ചിലും നിന്നില്ല. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണം. ഞാനാണ് ഈ അപ്പീല് ചവിട്ടിയ പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ആകെ ഒരു ചമ്മലായി തുടങ്ങി. അപ്പോൾ ആ പെണ്ണ് വീണ്ടും ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു സരസമായിട്ട് അത് പറയാ, അച്ഛനിങ്ങനെ ഒച്ചും മേളിട്ട് ചടപുടായാലും എങ്ങനെയാ, അതൊരു കുഞ്ഞു കൊച്ചല്ല അച്ഛാ, ഒന്ന് അച്ചടക്കത്തോടെ ബി ജെന്റിൽനാ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്ന് മൃദുവാവുക അച്ഛാ, അത് കൊച്ചല്ലേ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ടെക്സ്റ്റ് കയറി വന്നു. ഈ ശിശുവിനെ കിടത്തി കരങ്ങളിലെടുത്ത്. ഇപ്പം ഞാൻ വിചാരിച്ചു വല്ല വെളിപാട് വരണോ, ഈ പെണ്ണിനോട് ദൈവം എന്നോട് അങ്ങനെ സംസാരിക്കാൻ പോകണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എന്ന് പറഞ്ഞ മാതിരി അങ്ങടെ എന്നെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു. എവിടെ, അത് വെളിപാടൊന്നും ആയിരുന്നില്ല. കൊച്ചു കരച്ചിലൊന്നും നിർത്തിയില്ല. ഞാൻ പിന്നെ ആകെ അങ്ങോട്ട് വിഷണ്ണനായിട്ട് നിൽക്കാന്ന് പറയില്ലേ, ആളുകൾ നോക്കി നിൽക്കണ ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ പെണ്ണ് വീണ്ടും ചിരിച്ചിട്ട് പറയാ, അച്ഛാ അതിനൊന്നും നോക്ക്, അച്ഛാ അതിനൊന്ന് സ്നേഹിക്ക്, കുഞ്ഞു പിള്ളേരല്ലേ അച്ഛാ, ബി ലവിങ് എന്ന് അത് എന്നോട് പറഞ്ഞു. ആ വാക്ക് എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ തട്ടിയ പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ പേഷ്യൻ്റ് ആവണതിനെക്കുറിച്ചോ ജെന്റിലാവണതിനെക്കുറിച്ചോ ഒക്കെ എനിക്ക് അത്രയും അങ്ങോട്ട് തോന്നിയില്ല. പക്ഷെ ആ പെണ്ണ് പറഞ്ഞു ഒരു വാചകം, അച്ഛാ അതിനൊന്ന് നോക്ക്. പിന്നീട് ഞാൻ ഇവാനിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനയുടെ തലങ്ങൾ പറയുമ്പോൾ പറയാം ഈ നോട്ടത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ. ഞാൻ അതിനൊന്നും നോക്കി. അതുവരെ ഞാൻ ആ കൊച്ചിനെ നോക്കുന്നുണ്ടായിരുന്നില്ല. അത് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊരു വയ്യാവേലി എന്നുള്ള പോലെ അല്ലാതെ ഞാൻ ആ കുഞ്ഞിനെ നോക്കിയിട്ടില്ല. അതിനെ ഞാൻ നോക്കിയിട്ടേ ഇല്ല, അതിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ, എൻ്റെ കണ്ണിന് സമാനമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ ആ കൊച്ചിനെ ഞാനൊന്ന് നോക്കി. ആ നോക്കിയൊരു നിമിഷം ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കരുണ അങ്ങനെ നിറഞ്ഞു വരുന്നത് പോലെ എനിക്ക് ആ കൊച്ചിനെ അങ്ങോട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ അങ്ങോട്ട് തോന്നി. ഒരു അടി നീളം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞ ഫ്രജായിൽ സാധനം എൻ്റെ തള്ളവരലിനും ചൂണ്ടുവരലിനും ഇടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. സഡൻലി അതിൻ്റെ പ്രൊപ്പോർഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. ആ ഒരു അടിയുള്ള ഒരു 2 കിലോ മാത്രമുള്ള ഒരു സാധനം ഒരു 6 അടി പൊക്കം 100 കിലോ ഉള്ള ഒരു സാധനത്തിൻ്റെ മുമ്പിലാണ് ഈ നിൽക്കണേ.
അതെങ്ങനെയായിരിക്കും എന്നെ കാണുന്നത് എന്നൊരു നിമിഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആ കൊച്ച് എന്നെ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ മൊത്തം ശരീരത്തെക്കാളും വലിയതാണ് എൻ്റെ തല. അപ്പം അതിനെ സംബന്ധിച്ച് ഞാനൊരു വലിയ രാക്ഷസനാണ്. അത് മരിക്കാതെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ എന്ന്. എൻ്റെ എല്ലാ ഭാവങ്ങളും മാറി. ഞാൻ എന്നിട്ട് അതിനെ ഒത്തിരി കരുണയോടുകൂടെ അതിനെ കയ്യിലിങ്ങനെ എടുത്തു. പിന്നെ ജീവിതത്തിൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിൽ അതിനോട് വർത്താനം പറയാൻ തുടങ്ങി. ചു 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 ഓ ഓ ഓ ഓ അങ്ങനെ എൻ്റെ വയറുമൊക്കെ ജി 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 ജു എൻ്റെ കവളും ഓ ഓ ഓ ഓ ഓ. അതല്ലേ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന? അവ്യക്തമായ ഭാഷയിൽ സംസാരിക്കുക അല്ലേ. ടു മൈ വണ്ടർ ഒരു 30 സെക്കൻഡ് ആ കൊച്ചു കരച്ചിൽ നിർത്തി. പിന്നെ ട്യൂബിലായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അത് എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആ ഒരു സെക്കൻഡിൽ എനിക്ക് തോന്നി, കർത്താവേ ഞാൻ മനുഷ്യനെ പിടിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രമൻഡസ് ജോയ് എന്നിൽ വന്നു. കാരണം ആ ടെക്സ്റ്റ് അന്ന് എൻ്റെ തലയിൽ ഭയങ്കര വെളിച്ചമായിട്ട് വന്നു. ആ ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് അവൻ അവിടെ ഇരുന്ന് ആ 12 ശിഷ്യന്മാരെയും വെച്ച് ആ ശിശുവിനെ എടുത്ത് കിടത്തിയിട്ട് ഈ 12 ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും, ഇതിനൊന്ന് മാനേജ് ചെയ്തേൻ. അപ്പോൾ അത് ആംപ്ലിഫയർ വിഴുങ്ങി പോലെ സ്പീക്കർ വെച്ച് അറിയായിരിക്കും. അതുകൊണ്ടാണ് വീട്ടിലെത്തിയതിന് ശേഷം എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സിറ്റുവേഷനിൽ പറയാ, യു ജസ്റ്റ് മാനേജ് ദിസ് ചൈൽഡ്. ചിലപ്പോൾ ഈ വലിയ ശിഷ്യന്മാർക്ക് ആർക്കും ആ കൊച്ചിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ അതിനെ കരങ്ങളിൽ വഹിച്ച് എന്ന് പറയും. അല്ല, എങ്ങനെയാണ് നമ്മളതിനെ ഈ കരങ്ങളിൽ വഹിച്ച് എന്നുള്ളതിനെ ഇൻ്റർപ്രെറ്റ് ചെയ്യുക? അവരുടെ അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ടുക്ക് ഇറ്റ്. നൗ യു ഹാവ് ടു ഇമാജിൻ ഹൗ ഹി ക്യാച്ചസ് ദ പേഴ്സൺ. റിയലി ക്യാച്ചിങ് ദാറ്റ് വിത്ത് ട്രമൻഡസ് പേഷ്യൻസ്, ജെന്റിൽനെസ് ആൻഡ് ലവ്. ഇൻ ദാറ്റ് പ്രോസസ്സിൽ നമ്മൾ അവനേക്കാളും ചെറുതാവുക. ആ ഒന്നാമനാകാനുള്ള ആ പ്രോസസ്സിൽ നമ്മൾ ശുശ്രൂഷകനാകുക. ആ ചൈൽഡിന് ഞാനൊരു ശുശ്രൂഷകനായിട്ട് മാറി. ബട്ട് ഇൻ ദാറ്റ് പ്രോസസ്സിൽ ഞാൻ അവനെ പിടിക്കുമ്പോൾ ഞാൻ തന്നെ ഒന്നാമൻ. അപ്പോൾ ഒന്നാമനാകണമെങ്കിൽ ഏറ്റവും അവസാനത്തവനാകണം, പിന്നീട് എല്ലാത്തിൻ്റെയും ശുശ്രൂഷകനാകണം എന്ന് പറയുന്ന ആ ലാംഗ്വേജ് കുടുംബങ്ങളിലല്ലേ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് തിങ്ക്, ആ ശുശ്രൂഷയുടെ തലങ്ങളിൽ അല്പം കൂടി ക്ഷമിക്കാനും അല്പം കൂടി ജെന്റിലാവാനും അല്പം കൂടി ലവബിൾ ആവാനും സ്നേഹിക്കാനൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഡോണ്ട് യു തിങ്ക് യു കുഡ് ക്യാച്ച് ദി അതർ? മറ്റുള്ളവനെ പിടിക്കാമായിരുന്നില്ലേ? പക്ഷേ ആ ക്ഷമയെയും ജെന്റിൽനെസ്സിനെയും സ്നേഹത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് എല്ലാവരും എൻ്റെ കാലിൻ്റെ കീഴിൽ വേണം, ഞാൻ ഭരിക്കും എന്നൊക്കെയല്ലേ ചിലപ്പോഴും നമ്മൾ അച്ഛന്മാർ പറയണേ. കാണിച്ചു തരടാ അവനേന്ന്. ഇത്രയും കൂടി ക്ഷമിക്കുകയായിരുന്നെങ്കിൽ, ഇത്രയും കൂടി ജെന്റിലായിരുന്നെങ്കിൽ, ഇത്രയും കൂടിയും സ്നേഹപൂർണമായ ഒരു പരിചരണം ഉണ്ടായിരുന്നെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ദാറ്റ് വി കുഡ് ഹാവ് വൺ ഓവർ ദാറ്റ് പാരിഷ്, ദാറ്റ് പ്രീസ്റ്റ്? Many people speak that we are the one who are so impatient, so ungentle and so unloving people. ഒടുപ്പിട്ട ഭരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തള്ളൽ. ഐ തിങ്ക് സംവെയർ വി നീഡ് ടു ചെക്ക് ദാറ്റ്. മനുഷ്യരെ പിടിക്കാൻ പഠിക്കണം, മനുഷ്യരെ പിടിക്കാൻ പഠിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ പിതാവിനെ ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ പിതാവിലേക്ക് അധികം കയറുമ്പോൾ, മുണ്ടൻമലയിലെ മനുഷ്യരെ പിടിക്കുന്ന ആ ഒരു അമേസിങ് സിറ്റുവേഷൻ ഈ ക്രിയേറ്റ് ചെയ്തിരുന്നു. കുഞ്ഞു പിള്ളേരെ എപ്പോഴും ഈ ഭിക്ഷാടനത്തിന് പോകുമ്പോൾ ഈ ഗെറ്റ് സ്മോൾ ചിൽഡ്രൻ. അതിനുശേഷം അലക്സിയോസ് എന്ന് പറഞ്ഞ് വേറൊരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ ഒരു ദിവസം പോയപ്പോൾ 2 എണ്ണത്തിനെ എടുത്തുകൊണ്ട് വരുമെന്ന് പറയും. പിന്നെ ഒരു ദിവസം കേട്ടൊരു ലേഡി മരിച്ചു, അതിന് 5 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ പിതാവ് ഓടിച്ചു വന്നു ആ വീട്ടിലേക്ക്. അതെന്ന് വെച്ചാൽ അപ്പനമ്മയും മരിച്ചു. എന്നിട്ട് ഈ കുട്ടികൾ ആ വീട്ടിൽ അനാഥരായിട്ട് കിടക്കണ്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഓടി ചെന്നപ്പോൾ മൂത്ത കൊച്ചു, അപ്പോൾ ഇത്ര മണിയും 10 വയസ്സായതാണല്ലോ, മൂത്ത കൊച്ചു അതിന് ശേഷം താഴെ ഉണ്ടായിരുന്ന ഒരു ബോയ് ഓടിപ്പോയി. പിതാവിനെ കണ്ടപ്പോൾ ഓടിപ്പോയി. വേറെ 2 എണ്ണം അവിടെ കിടക്കുക കരഞ്ഞ്. അതിനെയും കെട്ടിപ്പിടിച്ച് എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി. ഹൗ ഡിഡ് യു മാനേജ് ഓൾ ദാറ്റ്?
He was tremendously patient and tremendously gentle. ഈ ബെഥനി സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പിതാവിനെ കുറിച്ച് അവരുടെ ഓർമ്മക്കുറിപ്പുകളൊക്കെ പോലെ ഉണ്ട്. അതിൽ നമുക്ക് പിതാവിൻ്റെ ഈ മനുഷ്യരെ പിടിക്കുന്ന അമേസിങ് കാര്യങ്ങളൊക്കെ കേൾക്കാം. അവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുന്ന, അവരെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പുറത്ത് പോയിട്ട് കപ്പലണ്ടി മടിയിൽ നിറച്ച് കപ്പലണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഒപ്പം ഇരുന്നിട്ട് കപ്പലണ്ടി കുറിക്കുന്ന വെരി ഡിഫറെൻറ്റ് ഫേസുള്ള ഒരു മാർഗവനുസ് പിതാവുണ്ട്. ശുശ്രൂഷകനായിട്ടുള്ള, മനുഷ്യരെ പിടിക്കാൻ പഠിച്ച അൻ അമേസിങ് സെർവൻറ്റ് ലീഡറായിരുന്നു. റിയലി ലീഡറായിരുന്നു. ഒരു ബോൺ ലീഡർ ടൈപ്പായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഓർഗനൈസൊക്കെ ചെയ്യാനും വേൾഡിലെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ 5 പേരെ കൊണ്ട് ഈ കണ്ടതൊക്കെ കൊണ്ടുവരുന്ന ഒരു വലിയ ഷ്രൂഡ് പേഴ്സൺ ആയിരുന്നു. അതല്ലേ ലീഡർ, സെർവൻറ്റ് ലീഡർ. പിന്നീട് ഞാൻ പിതാവിനെ കുറിച്ച് അധികം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ബിഗാൻ ടു ഫീൽ എ പെർഫെക്റ്റ് പ്രീസ്റ്റ്. അതല്ലേ അച്ഛൻ. വരയ്ക്കിൻ്റെ അടുത്ത് വരയ്ക്കാനും കനിവോടുകൂടെ മനസ്സലിവിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നിടത്ത് അങ്ങനെ ആകാനും കഴിയുന്ന അമേസിങ് ലീഡേഴ്സ് അല്ലേ നമ്മൾ. വി ആർ നോട്ട് എ ഓർഡിനറി ലീഡേഴ്സ്. മനുഷ്യരെ പിടിക്കാൻ പഠിക്കുന്ന അമേസിങ് ലീഡർ അല്ലേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും ഞാൻ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനാണോ ധ്യാനം കൊടുക്കണേന്. നോ ഇറ്റ്സ് നോട്ട് മെൻറ്റ്. പക്ഷേ ഇവാനിയൻ വഴി അവർക്കും ഉള്ളതാണ്. സുശേഷ സംഘക്കാർക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ആത്മായന്മാർക്ക് മാത്രമുള്ളതല്ല. ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് ഫോർ ദി എൻറ്റയർ പീപ്പിൾ. നമ്മളും പഠിക്കണം എങ്ങനെ ഒരു വണ്ടർഫുൾ പ്രീസ്റ്റായിരുന്നു ഈ മാർ ഇവാനിയസ് എന്നത്. വരയ്ക്കാനും വഴക്ക് പറയാനും നിൽക്കട അവിടെ എന്ന് പറയാനും ഒക്കെ പഠിക്കണം. വിൽ സി. പിന്നീട് പിതാവിൻ്റെ സ്നേഹഭാവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വിൽ സി അഗെയിൻ ഹൗ കൺട്രോൾസ്. നമ്മൾക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യണം, നമുക്ക് നിയന്ത്രിക്കണം, അനുസരിപ്പിക്കണം. നമ്മൾ കുട്ടികളെ ശരിയായ വഴിയിലൂടെ നടത്തണം. കുടുംബത്തിൽ അതൊക്കെ വേണം. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തോന്നിയ ദിവസം പോലെ നോ. അതുകൊണ്ടല്ലേ ലീഡർ, ശുശ്രൂഷിക്കുന്ന ലീഡർ, നയിക്കുന്നവൻ, വരയ്ക്കുന്നവൻ, സീമകൾ വയ്ക്കുന്നവൻ, അതിർത്തികളെ കാക്കുന്നവൻ, ഇറ്റ് ഓൾ യെസ്. പക്ഷെ എങ്ങനെ നമ്മൾ അപരനെ നിയന്ത്രിക്കും, എങ്ങനെ നമ്മൾ അപരനെ ഒന്നിച്ചു നിർത്തും? വടി കൊണ്ടോ, ബോംബ് കൊണ്ടോ, കോർട്ട് കേസിൽ ജയിച്ചു കൊണ്ടുവരുന്ന വിധികൾ കൊണ്ടോ? എങ്ങനെയാണ് നമ്മൾ അപരനോട് ഏർപ്പെടുന്നത്? അപരനുമായിട്ട് എങ്ങനെ സ്നേഹബന്ധത്തിലേക്ക് കടക്കും? എങ്ങനെ ഒരു കൂട്ടത്തെ നമ്മൾ കൺട്രോൾ ചെയ്യും? പല അച്ഛന്മാർക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഇടവകയിലെ ആൾക്കാരെ നയിക്കണമെന്ന്. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഭരിച്ചു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സംതിങ് ഗോസ് റോങ്. പിന്നെ പുരടാനും പിടിച്ചോണ്ട് നടക്കുക, അയ്യോ എന്ന് പറഞ്ഞിട്ട് സിംപ്ലി ക്രംബിൾസ് ഡൗൺ. അത് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകണം. പിന്നീട് എനിക്ക് മനസ്സിലായി ആ ക്ഷമയില്ലായ്മയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കറിയുള്ളേ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇന്ദ്രിയ നിഗ്രഹമൊക്കെ വരുത്തിയിട്ടുള്ള എന്ത് കണ്ടാലും ഒരു ഇളക്കം വരില്ല എനിക്ക് എന്ന് പറയുന്ന ടൈപ്പിലുള്ള, അല്ലെങ്കിൽ ഐ എം ഒബീഡിയൻ, വചനത്തിനും സഭയ്ക്കും ഐ എം ഒബീഡിയൻ. പക്ഷേ എൻ്റെ ഒബീഡിയൻസ് എൻ്റെ ഉള്ളിലല്ലേ നിൽക്കണേ, അതൊരു ഇടവയ്ക്ക് തോന്നണ്ടേ. അപ്പോൾ അവരെ ഒന്നിപ്പിക്കുന്നതിൽ അതിലല്ലേ അത് കാണപ്പെടുന്നേ. അപ്പോൾ ഇപ്പൊ സുശേഷ സംഘങ്ങൾക്ക് തോന്നാം ഞങ്ങൾ നോമ്പൊക്കെ പാലിക്കുന്നുണ്ട്, ഞങ്ങൾ ആ 25 പോയിന്റുകളൊക്കെ. ബട്ട് ഹൗ ഡു യു ചെക്ക് ഇറ്റ്? അതിന് ആക്ച്വൽ ഫീൽഡിൽ മനുഷ്യരെ പിടിക്കുന്നവരാകണം. അപ്പോൾ ഒരു സുശേഷ സംഘത്തിലെ ചേച്ചിയോ ചേട്ടനോ വന്നിട്ട് പറയണേ എനിക്ക് എൻ്റെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he has not learned things. He has to go back. അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോകണം. അതിൻ്റെ ഉള്ളിൽ എവിടെയോ അനുസരണക്കേടുകൾ, അതിനുള്ളിൽ എവിടെയൊക്കെയോ അവിശ്വസ്തതകൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പുറത്ത് വരാത്തത്. അത് മിറർ ചെയ്യുകയാണ് അപ്പോൾ ആ കുട്ടികളിലേക്ക്, അത് മിറർ ചെയ്യുകയാണ് ആ ആ ഒരു സൊസൈറ്റിയിലേക്കൊക്കെ. ഇപ്പം ഞാനിവിടെ നിർത്തുകയാണ് ഈ ഭാഗം. നമുക്കിത് വീണ്ടും അടുത്ത ടോക്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ പിതാവ് ബിഗിൻ ടു റിയലൈസ്, പിതാവിൻ്റെ സന്യാസം ആ ഇന്ദ്രിയ നിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വയം വിശുദ്ധീകരണത്തിൽ ഞാൻ അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിന്നൊക്കെ മാറിയിട്ട്
തൻ്റെ ശുദ്ധിയിൽ മാത്രം നിൽക്കുന്ന ഒരു സന്യാസമല്ലായിരുന്നു. ആ സന്യാസം എപ്പോഴും പുറത്തേക്ക് ഒഴുകുന്ന, അപരൻ്റെ മുമ്പിൽ അവരെ ഒന്നിപ്പിക്കുന്ന, അവരെ പിടിക്കുന്ന ഒരു 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 സന്യാസഭാവത്തിലേക്കാണ് പിതാവ് കടന്നു ചെല്ലുന്നത്. അതിൽ പിതാവ് become an amazing servant leader. ഓക്കെ, അമേസിങ് സെർവൻ്റ് ലീഡർ ആയിരുന്നു. അതിൽ ഒത്തിരി ശോധനകളും വരാൻ തുടങ്ങിയിരുന്നു. ആ സന്യാസഭാവങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഭാവങ്ങളാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിശ്വസ്തതയിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, സുഹൃത്തുക്കളെ ഡു യു ഏബിൾ ടു വിൻ ഓവർ ദം? അവരെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക? പേടിപ്പിച്ചിട്ട്, മിണ്ടാതിരുന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ കണ്ടീഷനുകൾ വെച്ചിട്ട്. ഹൗ ഡു യു റിലേറ്റ് വിത്ത് ദി അതർ? അതിലാണ് നമ്മൾ പുനരൈക്യത്തിൻ്റെ ഡെപ്തുകൾ മനസ്സിലാക്കണ്ടേ. അതിലാണ് നമുക്ക് വിശുദ്ധീകരണങ്ങൾ വരണ്ടേ. അപ്പം നിങ്ങൾക്ക് ആ ഏരിയകളിൽ ഒരു ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗ്രോ മോർ. അപ്പോൾ നമ്മൾ വി നോട്ട് സേ വി ആർ സിന്നേഴ്സ് ആൻഡ് സോ ഓൺ. പക്ഷേ നമ്മൾ ആ നോവീസുകളാണ്. അങ്ങനെയാണ് യേശുവിനെ പറ്റിയും വചനത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ സ്റ്റിൽ നോവീസസ്. അങ്ങനെ പോകണം, മുന്നിലോട്ട് പോകണം, വളരണം. അപ്പോൾ ഈ മേരിമക്കളുടെ ഇതിൽ വീണ്ടും ഞാൻ ടു സീനോ യേശു സാരൂപ്യം കഴിഞ്ഞിട്ട് അവർ പറയും പരിശുദ്ധാത്മാവിനുള്ള നവീകരണം എന്ന് പറയും. എന്നാൽ യു നീഡ് ടു ഗ്രോ ന. ചിലപ്പോഴൊക്കെ എന്നോട് ചില ആൾക്കാർ വന്നിട്ട് പറയും, അച്ഛാ അങ്ങനെ പറയണ പോലെ ഞാൻ ഇത്തിരി ക്ഷമിക്കാനും ജെന്റിലാവാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയച്ചാ. ആദ്യം ഇത്തിരി സ്ട്രിക്റ്റൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഇത്തിരിയൊക്കെ കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷമിക്കാനും ജെന്റിലാവാനും പിന്നെ ഇത്തിരി സ്നേഹമൊക്കെ കാണിക്കാൻ തുടങ്ങിയ പിള്ളേർ ഇപ്പോൾ എൻ്റെ ചുമലിലോ കയറിയിരുന്ന എൻ്റെ ചെവി തിന്ന ഒരു കൺട്രോളും ഇല്ല എന്ന് പറയും. അച്ഛന്മാർക്ക് അങ്ങനെ ധ്യാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ ഇവാനിയൻ ധ്യാനം കണ്ടിട്ട് ചില അച്ഛന്മാർ പറഞ്ഞു, അച്ഛൻ ഞാനെൻ്റെ പള്ളിയിൽ ഇത്തിരി ക്ഷമിക്കാനും ജെന്റിലാവാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ പള്ളിയിൽ ഒരു കൺട്രോളും ഇല്ല. ആദ്യം ഞാനിത്തിരി ഒച്ചെടുത്തിരുന്നപ്പോൾ ഇത്തിരിയെങ്കിലും കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പം അതും കൂടിയും പോയി. ഇനോ ഹാർട്ട് മാറി ഇവാനിയസ് പിതാവ് പറയണേന്ന് ഈ 10ാം ക്ലാസ്സിലെ പഠനം കിട്ടിയിട്ട് MAയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കുമോ? യു നീഡ് ടു ഗ്രോ. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സ്കൂളിലേക്ക് കയറിയിട്ടുള്ളൂ, ശിഷ്യത്വത്തിൻ്റെ സ്കൂളിലേക്ക് കയറിയിട്ടുള്ളൂ. നമ്മൾ ആ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പോലെയാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ യു ഗോ ആൻഡ് പ്രാക്ടീസ്. ആ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അത്. പക്ഷെ ആ ഫണ്ടമെന്റൽസുകൾ കറക്റ്റ് ആവണം. പക്ഷെ ആ ഫണ്ടമെന്റലും കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് നടത്താമെന്ന് വിചാരിക്കണ്ട. യു ഹവ് ഗ്രോൺ, അതാ പ്രോബ്ലം. സോ ഹൗ ടു ക്യാച്ച് പീപ്പിൾ, മനുഷ്യരെ പിടിക്കാൻ പഠിക്കണം. അപ്പൊ അതത്ര നോർമൽ കാര്യങ്ങളൊന്നുമല്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ യു ആർ ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. പക്ഷെ ഇതാണ് അവസാനം എന്ന് ചോദിച്ചാൽ നോ 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 നോ. അപ്പം നമുക്ക് അവരനെ പിടിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മുടെ ക്ഷമയെയും നമ്മുടെ ജെന്റിൽനെസ്സും നമ്മുടെ ലവും ഒക്കെ പോരാ എന്ന് തോന്നുന്ന ആ അനുഭവം, അതാണ് നമ്മളെ മനസ്സിലാക്കി തരണേ. ഐ നീഡ് ടു ഗോ ഫർദർ ഇൻ ടു ദിസ് ഡിസൈബിൾഷിപ്പ്. ഇത്രയൊന്നും അല്ല, ഇനിയും ഞാൻ മുന്നോട്ട് പോകണം. അതാ ഇവാനിയൻ വഴി. ഇവാനിയൻ വഴി ഇനിയും ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങും. ആമേൻ.